അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് ഈ ഒരു ഇൻഡസ്ട്രിയിൽ, ഗാർമെൻറ്റ്സ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നുണ്ട്. ബേബി ക്ലോത്തിങ് ആണെങ്കിലും ഓവറോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും. സാർ, ഏത് മൊമെൻറ്റിലാണ് നമ്മളിപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ട് പിന്നെ ഒരു ഓൺ ഫാക്ടറി എന്നുള്ള ലെവലിലേക്ക് ചിന്തിക്കേണ്ടത് എപ്പോഴാണ്? ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് ഇട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കമ്മ്യൂണിറ്റിയെ കണ്ടിട്ട് നമ്മൾ എന്താ പറയുക, നേരത്തെ പറഞ്ഞ ലോണൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു ബ്രാൻഡിലേക്ക് ഇറങ്ങുന്നതിന് പകരം ഒരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ, ഇപ്പോൾ ഫേസ്ബുക്ക് ആയിരുന്നു, അതിന് മുമ്പ് എന്താ പറയുക വേറൊരു ടിക്ടോക്ക് ആയിരുന്നു, അല്ലെങ്കിൽ വേറെ, ഇതൊക്കെ മാറി ഇതൊരു ചേഞ്ച് ട്രെൻഡ് സെറ്റേഴ്സ്, അതൊക്കെ മാറിക്കൊണ്ടിരിക്കും. നമ്മളൊരു കമ്മ്യൂണിറ്റി ചിലപ്പോൾ ഒരു 10,000 അല്ലെങ്കിൽ 1,00,000 ആളുകൾ നമ്മൾ ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ കാണുന്നൊരു സമൂഹം നമ്മളുടെ ഫോളോവേഴ്സാണ്, ഇവരെല്ലാം നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട്, അതുകൊണ്ട് കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങും എന്നുള്ള ചിന്തയോട് കൂടി നമ്മൾ ഇതിനകത്തേക്ക് പോകാതെ നമ്മൾ ഫിസിക്കലി, അതൊരു ഓൺലൈൻ ബിസിനസ്സാണ്, ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല, ഒരു ഫിസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ തൊട്ടടുത്തുള്ള കടകളിൽ എത്തിച്ച് അവിടെ റീസെല്ലിംഗ് നടക്കുന്നുണ്ടോ എങ്കിൽ മാത്രമേ നമ്മളൊരു ലോണൊക്കെ എടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഫണ്ട് റേസിംഗ് ഒക്കെ ചെയ്തിട്ടാണെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് മൂവ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.